അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ കരുനീക്കങ്ങൾ നടത്തുന്നവർ പലപ്പോഴും വാക്കുകളെ ആയുധങ്ങളാക്കാറുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ കേവലം ആയുധങ്ങളല്ല. അവ ആഗോള വിപണികളെയും സൈനിക സഖ്യങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന പ്രകമ്പനങ്ങളാണ്. ലോകത്തിൻ്റെ ഊർജ്ജനാളമായ ഹോർമൂസ് കടലിടുക്കിനെ ട്രംപ് കടലിടുക്ക് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു തമാശയായി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആ വർത്തമാനത്തിന് പിന്നിൽ അമേരിക്കയുടെ മാറുന്ന വിദേശ നയത്തിൻ്റെ ആഴത്തിലുള്ള നിഴലുകളുണ്ട്. ചരിത്രപരമായി ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയുടെ പേര് മാറ്റുന്നതിലൂടെ താൻ ആ മേഖലയിൽ ചെലുത്താൻ പോകുന്ന ആധിപത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് ട്രംപ് നൽകുന്നത്. തൻ്റെ മുൻഗാമികളായ ഒബാമയും ബൈഡനും ഇറാനോട് സ്വീകരിച്ച മൃദു സമീപനം അമേരിക്കയെ ദുർബലപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന ട്രംപ് ഇറാൻ്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇറാൻ ഇന്ന് ചർച്ചകൾക്കായി യാചിക്കുകയാണെന്നും എന്നാൽ തൻ്റെ വ്യവസ്ഥകൾക്ക് വഴങ്ങാതെ അവർക്ക് ഹോർമൂസ് തുറന്നു കൊടുക്കില്ലെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയുടെ നിഴലിലാക്കിയിരിക്കുന്നു. ഒബാമ ഭരണകൂടം ഇറാനിലേക്ക് അയച്ച കോടിക്കണക്കിന് ഡോളറുകളും ആണവ കരാറും ഇസ്രയേലിൻ്റെയും സഖ്യകക്ഷികളുടെയും നിലനിൽപ്പിന് ഭീഷണിയാണെന്ന ട്രംപിൻ്റെ വാദം വലിയ തോതിലുള്ള ചർച്ചകളിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ലോകം അമ്പരപ്പോടെ നോക്കിക്കാണുന്നത് ഇറാൻ്റെ അപ്രതീക്ഷിത നീക്കങ്ങളെയാണ്. സ്വന്തം സഖ്യകക്ഷിയായ ചൈനയുടെ എണ്ണക്കപ്പലുകൾ പോലും ഹോർമൂസ് കടലിടുക്കിൽ തടഞ്ഞുവെച്ച ഇറാന്റെ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്ത് രാഷ്ട്രങ്ങളുടെ കപ്പലുകളെ ബാധിക്കില്ലെന്ന് ആവർത്തിച്ചിരുന്ന ഇറാൻ ചൈനീസ് ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകൾ പിടിച്ചെടുത്തത് തങ്ങളുടെ നിലപാട് എത്രത്തോളം കടുപ്പമേറിയതാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാനാണ്. ഇത് സ്വാഭാവികമായും എണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കി. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $100 മുകളിൽ എത്തിയതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ വീണ്ടും പണപ്പെരുപ്പത്തിന്റെ പിടിയിലമരുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സഖ്യകക്ഷികളായ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെയുള്ള പ്രവേശനം ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കർശനമായി നിരോധിച്ചത് കടൽ വഴിയുള്ള വ്യാപാരത്തെ ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ട്രംപിന്റെ ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ ഈ പ്രതിരോധം ആഗോള വിപണികളിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത്. ഇതിനിടെ 10 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന് ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും അത് ലംഘിച്ച് അമേരിക്കൻ ഇസ്രയേൽ സഖ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന വാർത്തകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. പശ്ചിമേഷ്യയിലെ ഈ തീപിടുത്തം യൂറോപ്പിന്റെ അതിർത്തികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. റഷ്യ യുക്രൈൻ യുദ്ധം ഇതിനകം തന്നെ ലോകത്തിന് വലിയ പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട്. യുക്രൈൻ നിരന്തരമായി നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയുടെ എണ്ണ ഉൽപ്പാദനത്തിന്റെ 40% കുറച്ചുവെങ്കിലും വിപണിയിലെ വിലവർദ്ധനവ് പുടിന് തുണയാവുകയാണ് ചെയ്യുന്നത്. എണ്ണവില വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദനം കുറഞ്ഞാലും റഷ്യയുടെ വരുമാനം കുറയുന്നില്ല എന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ അപ്രസക്തമാക്കുന്നു. തങ്ങളുടെ ബജറ്റ് വെട്ടിച്ചുരുക്കൽ നീക്കങ്ങൾ ഉപേക്ഷിച്ച പുടിൻ ലഭിക്കുന്ന അധിക വരുമാനം സൈനിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കാൻ തീരുമാനിച്ചത് യൂറോപ്പിന് വലിയ ഭീഷണിയാണ്. ഊർജ്ജ വിതരണ ശൃംഖലകൾക്ക് നേരെയുള്ള യുക്രൈൻ ആക്രമണങ്ങളെ തുടർന്ന് ബാൾട്ടിക് തീരത്തെ തുറമുഖങ്ങൾ വഴിയുള്ള കയറ്റുമതി റഷ്യ നിർത്തിവെക്കാൻ ഒരുങ്ങുന്നത് ആഗോള എണ്ണ വിപണിയിൽ ഒരു വൻ തകർച്ചയ്ക്ക് കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെയും കിഴക്കൻ യൂറോപ്പിൻ്റെയും സംഘർഷങ്ങൾ ഒരേ സമയം ആളിക്കത്തുമ്പോൾ അതിൻ്റെ ഭാരം പേറുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഇന്ത്യയെപ്പോലെയുള്ള വികസ്വര രാജ്യങ്ങൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഠിനമായി പരിശ്രമിക്കുകയാണ്. എണ്ണവില വർധനവ്, ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതി വൻതോതിൽ വെട്ടിക്കുറച്ചത് വലിയൊരു സാമ്പത്തിക നഷ്ടം ഖജനാവിന് വരുത്തുന്നുണ്ട്. രൂപയുടെ മൂല്യം ചരിത്രത്തിലാദ്യമായി ഡോളറിനെതിരെ 94 എന്ന നിലയിലേക്ക് താഴ്ന്നത് ഇറക്കുമതി ചെലവുകൾ വർദ്ധിപ്പിക്കുകയും സമ്പദ് വ്യവസ്ഥയിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓഹരി വിപണികളിൽ ഉണ്ടായ വൻ തകർച്ച നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിനിടയിലും സ്വർണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടം സുരക്ഷിതമായ നിക്ഷേപം തേടിയുള്ള ഓട്ടത്തിന്റെ പ്രതിഫലനമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ നിക്ഷേപകർ എന്നും സ്വർണ്ണത്തെയാണ് അഭയസ്ഥാനമായി കാണുന്നത്. ഔൺസിന് $4500 സ്വർണ്ണവില കുതിച്ചത് ആഗോള സാമ്പത്തിക അസ്ഥിരതയുടെ വ്യക്തമായ അടയാളമാണ്. അമേരിക്കയുടെ ഈ പുതിയ നയങ്ങൾ നാറ്റോ പോലെയുള്ള പരമ്പരാഗത സൈനിക സഖ്യങ്ങളിലും വിള്ളലുകൾ വീഴ്ത്തുകയാണ്. ഇറാനെതിരെയുള്ള ആക്രമണത്തെ പിന്തുണയ്ക്കാത്ത നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ട്രംപ് നടത്തുന്ന രൂക്ഷമായ വിമർശനങ്ങൾ പടിഞ്ഞാറൻ സുരക്ഷാ കവചത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നുണ്ട്. വർഷങ്ങളായി അമേരിക്ക നൽകുന്ന സാമ്പത്തിക സൈനിക പിന്തുണ കൈപ്പറ്റുന്ന രാജ്യങ്ങൾ ആവശ്യമുള്ളപ്പോൾ കൂടെ നിൽക്കുന്നില്ലെന്ന ട്രംപിന്റെ ആരോപണം
നാറ്റോയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്നു. റഷ്യയുമായും ഇറാനുമായുമുള്ള പ്രശ്നങ്ങളിൽ യൂറോപ്പ് തങ്ങളെ സഹായിച്ചില്ലെങ്കിൽ അമേരിക്ക തങ്ങളുടെ പിന്തുണ പുനഃപരിശോധിക്കുമെന്ന ഭീഷണി ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. അമേരിക്ക പതുക്കെ ആഗോള പോലീസ് എന്ന സ്ഥാനത്ത് നിന്നും മാറി സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു രാജ്യമായി മാറുന്നത് കാണുമ്പോൾ മറ്റ് രാജ്യങ്ങൾ പുതിയ സഖ്യങ്ങൾക്കായി തിരച്ചിൽ നടത്തുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം വലിയ അധികാര മാറ്റങ്ങൾ എപ്പോഴും രക്തച്ചൊരിച്ചിലുകൾക്കും സാമ്പത്തിക തകർച്ചകൾക്കും ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നാം കാണുന്ന ഈ സംഭവ വികാസങ്ങൾ കേവലം ചില ഭരണാധികാരികളുടെ ഈഗോയുടെ ഫലമല്ല, മറിച്ച് ലോകത്തിന്റെ അധികാര കേന്ദ്രം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് മാറുന്നതിന്റെ സൂചനകൾ കൂടിയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ പേര് മാറ്റുന്നതും ചൈനീസ് കപ്പലുകൾ തടയുന്നതും എല്ലാം ഈ വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. വരും ദിവസങ്ങളിൽ യുദ്ധഭീതി ഒഴിയുമോ അതോ ലോകം മറ്റൊരു വലിയ തകർച്ചയിലേക്ക് നീങ്ങുമോ എന്നത് ഭരണാധികാരികളുടെ വിവേകപൂർണമായ നീക്കങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കും. എങ്കിലും സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യം ഒന്നു മാത്രം: ഈ അധികാര വടംവലികൾക്കിടയിൽ ഇന്ധനവിലയും ഭക്ഷണ സാധനങ്ങളുടെ വിലയും കുറയുന്നത് എന്നാണ്? അധികാരികൾക്ക് മറുപടിയില്ലാത്ത ഈ ചോദ്യം ലോകമെമ്പാടും പ്രതിധ്വനിക്കുകയാണ്. സമാധാന ശ്രമത്തിന് പകരം ആയുധങ്ങൾ ശബ്ദിക്കുന്ന ഒരിടത്ത് ശാശ്വതമായ സാമ്പത്തിക പുരോഗതി എന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നു. ഓരോ പ്രഖ്യാപനങ്ങളും ഓരോ മിസൈലുകളെ പോലെ വിപണിയിൽ വന്ന് പതിക്കുമ്പോൾ സാധാരണ മനുഷ്യന്റെ ജീവിതം ആഗോള രാഷ്ട്രീയത്തിന്റെ ഈ ചൂതാട്ടത്തിൽ വെറും കരുക്കൾ മാത്രമായി മാറുന്നു. ഇതിനെല്ലാം ഒടുവിൽ ബാക്കിയാവുന്നത് ആഗോള രാഷ്ട്രീയത്തിന്റെ കലുഷിതമായ മുഖവും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വവുമാണ്. നാം കരുതിയതിനേക്കാൾ വേഗത്തിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിന്റെ ദിശ എങ്ങോട്ടാണെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: പഴയ ലോകക്രമം തിരിച്ചു വരാനാവാത്ത വിധം മാറിക്കഴിഞ്ഞു. പുതിയതെന്താണെന്ന് നാം വരും നാളുകളിൽ കാണാനിരിക്കുന്നതേയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.